വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. എന്നത്തെയും പോലെ ഇന്ന് നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 2026 2026 അടുത്ത വർഷത്തെ കാര്യം പറയണേ. ഈ 2026 ഓസ്കാറിൽ മികച്ച ആനിമേറ്റഡ് ഫീച്ചർ വിഭാഗത്തിൽ മത്സരിക്കുന്ന ഇന്ത്യൻ ചിത്രം ഏതാണെന്നാ ചോദിക്കണം. അപ്പൊ 2026 ഓസ്കാർ അവാർഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം പറയണേ. ആ ഓസ്കാർ അവാർഡ് ലഭിക്കാനായിട്ട് എങ്ങനെ ആനിമേറ്റഡ് ഫീച്ചർ വിഭാഗത്തിൽ മികച്ച ആനിമേറ്റഡ് ഫീച്ചർ വിഭാഗം ട്ടോ ആനിമേറ്റഡ് ഫീച്ചർ വിഭാഗത്തിൽ മത്സരിക്കുന്ന ഇന്ത്യൻ ചിത്രം ഏതാണ്? ഇന്ത്യൻ സിനിമ ഏതാണ്? മഹാ അവതാർ നരസിംഹ. സിനിമയുടെ പേര് ഇതാണ്, മഹാ അവതാർ നരസിംഹ. എന്നാണ് സിനിമയുടെ പേര്. ആ സിനിമയുടെ സംവിധായകനെയും കൂടി പഠിച്ചു വെച്ചേ നിങ്ങള്. അശ്വിൻ കുമാർ എന്നാണ് സംവിധായകന്റെ പേര്. ആരാണ്? അശ്വിൻ കുമാർ ആണ്. ക്ലിയർ ആയോ മക്കളെ? അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ എല്ലാവർക്കും? 2026 ഓസ്കാർ വിഭാഗത്തില് മികച്ച ആനിമേറ്റഡ് ഫീച്ചർ 2026 ഓസ്കാറിന് മികച്ച ആനിമേറ്റഡ് ഫീച്ചർ വിഭാഗത്തിൽ മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമ ഏതാണ്? മഹാ അവതാർ നരസിംഹ എന്നാണ് പേര്. അതിന്റെ സംവിധായകൻ ആരാണ്? സംവിധായകൻ അശ്വിൻ കുമാർ ആണ്. അതിന്റെ സംവിധായകൻ ആരാ? അശ്വിൻ കുമാർ ആണ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സൈനിക അഭ്യാസത്തെ കുറിച്ചാണ്. നെക്സ്റ്റ് ഒരു സൈനിക അഭ്യാസത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. ആ സൈനിക അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് നടക്കുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. സൂര്യ കിരൺ 2025. സൂര്യ കിരൺ 2025 എന്ന് പറയുന്ന സൈനിക അഭ്യാസം നടക്കുന്നുണ്ട്. എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ പിത്തോറാഗഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് സൂര്യ കിരൺ സൈനിക അഭ്യാസം 2025. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? നേപ്പാളും ഇന്ത്യയും. അപ്പൊ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന സൈനിക അഭ്യാസത്തിന്റെ പേരാണ് സൂര്യ കിരൺ 2025. നേപ്പാൾ, ഇന്ത്യ. എവിടെയാ നടക്കണേ? ഉത്തരാഖണ്ഡിലെ എവിടെയാണ്? പിത്തോറാഗഡ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ. ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ പോസിറ്റീവ് പദവി കൈവരിച്ച വാട്ടർ പോസിറ്റീവ് പദവി കൈവരിച്ച വിമാനത്താവളം ഏത് എന്നാണ് ചോദ്യം. ഏതാണ് ആ വിമാനത്താവളം ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്. ഏതാണ്? ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്, ന്യൂഡൽഹി. ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്, ന്യൂഡൽഹി ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ പോസിറ്റീവ് പദവി ലഭിച്ച വിമാനത്താവളമായി മാറി. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ പോസിറ്റീവ് പദവി ലഭിച്ച വിമാനത്താവളം ഏതാണ്? ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്, ന്യൂഡൽഹി. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? അടുത്തതും ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ ഒരു കാര്യം പഠിക്കണേ. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയം. എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയം സ്ഥാപിതമാക്കുന്നത് എവിടെ എന്നാണ് ചോദ്യം. ഉത്തരം ഏതാണ്? ബാംഗ്ലൂർ. എവിടെയാണ്? ബാംഗ്ലൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയം എവിടെയാണ്? ബാംഗ്ലൂര്. ക്ലിയർ ആയില്ലേ? അടുത്തത് 2025 RBIയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായത്. 2025 ഇപ്പൊ ഡിസംബറിലാണ്. അത് RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായത് ഉഷ ജാനകി രാമൻ. ആരാണ്? ഉഷ ജാനകി രാമൻ. അപ്പൊ ഒന്ന് പറഞ്ഞ എല്ലാതും വീണ്ടും. 2025 ഡിസംബർ മാസത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായത് ഉഷ ജാനകി രാമൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിതമാകുന്നത്? ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ പോസിറ്റീവ് പദവി ലഭിച്ച അന്താരാഷ്ട്ര വിമാനത്താവളം ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളമാണ്.
ഇനി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന സൈനിക അഭ്യാസമാണ് സൂര്യകിരൺ 2025? നേപ്പാൾ, ഇന്ത്യ. ഈ സൂര്യകിരൺ 2025 എവിടെയാ നടക്കണേന്നാ പറഞ്ഞേ? ഉത്തരാഖണ്ഡിലെ പിത്തോറാഗഡിലാണ്. 2026 ഓസ്കാറിന് മികച്ച ആനിമേറ്റഡ് ഫീച്ചർ വിഭാഗത്തിലേക്ക് മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമ ഏതാണ്? മഹാ അവതാർ നരസിംഹ. അതിന്റെ സംവിധായകൻ ആരാണ്? അശ്വനി കുമാറാണ്, അല്ലെ? അശ്വിൻ കുമാറാണ് സംവിധായകൻ, അശ്വിൻ കുമാർ. ഇനി അടുത്തത് നമ്മള് GI ടാഗ് പദവി ലഭിച്ചതിനെ കുറിച്ചാ പഠിക്കണേ. തമിഴ്നാട്ടിൽ നിന്ന് GI ടാഗ്, കുറച്ചധികം ഉൽപ്പന്നങ്ങൾക്ക് തമിഴ്നാട്ടിൽ നിന്ന് GI ടാഗ് പദവി ലഭിച്ചു. ഏതൊക്കെയാണ് തമിഴ്നാട്ടിൽ നിന്ന് GI ടാഗ് പദവി ലഭിച്ചത്? വോറയൂർ കോട്ടൺ സാരി. ഏതൊക്കെയാന്ന് പഠിക്കുക. വോറയൂർ കോട്ടൺ സാരി. അപ്പൊ തമിഴ്നാട്ടിലെ വോറയൂർ കോട്ടൺ സാരിക്ക് GI ടാഗ് ലഭിച്ചു. കവിന്തപ്പാടി. എന്താണ് കവിന്തപ്പാടി? കവിന്തപ്പാടി നാട്ടുശർക്കര. അവിടുത്തെ നാട്ടിലുള്ള ശർക്കര, ശർക്കര. കവിന്തപ്പാടി നാട്ടുശർക്കര. അടുത്തത് നാമക്കൽ. അല്ലെ? നാമക്കൽ സ്ഥലം നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. നാമക്കൽ മക്കൾ പത്തിരങ്ങൾ. നാമക്കൽ മക്കൾ പത്തിരങ്ങൾ. എന്തറിയോ നിങ്ങൾക്ക്? അത് നാമക്കൽ മക്കൾ പത്തിരങ്ങൾ എന്ന് പറയുന്നത് സോപ്പ് സ്റ്റോൺ പാത്രങ്ങളാണ്. കേട്ടോ. നാമക്കൽ മക്കൾ പത്തിരങ്ങൾ. അടുത്തത് തൂയമല്ലി അരി ഇനം. എന്താണ് തൂയമല്ലി അരി? തൂയമല്ലി അരി ഇനം. ഇനി അടുത്തത് എന്താണ്? അംബാസമുദ്രം. ചോപ്പൂസമൻ. അംബാസമുദ്രം ചോപ്പൂസമൻ എന്ന് പറയുന്നത് ഒരു തടിപ്പാവയാണ് കേട്ടോ. അംബാസമുദ്രം ചോപ്പൂസമൻ ഒരു തടിപ്പാവ. അപ്പൊ തമിഴ്നാട്ടിൽ ഏതിനൊക്കെയാ GI ടാഗ് ലഭിച്ച്? വോറയൂർ കോട്ടൺ സാരി, കവിന്തപ്പാടി നാട്ടുശർക്കര, നാമക്കൽ മക്കൾ പത്തിരങ്കൽ, തൂയമല്ലി അരീനം, അംബാസമുദ്രം ചോപ്പൂസമൻ, തൂയമല്ലി അരീനം, നാമക്കൽ മക്കൾ പത്തിരങ്കൽ, കവിന്തപ്പാടി നാട്ടുശർക്കര, വോറയൂർ കോട്ടൺ സാരി, കവിന്തപ്പാടി നാട്ടുശർക്കര, നാമക്കൽ മക്കൾ പത്തിരങ്കൽ, തൂയമല്ല അരീനം, അംബാസമുദ്രം ചോപ്പൂസമൻ. ഇതൊക്കെ GI ടാഗ് തമിഴ്നാട്ടിൽ നിന്ന് ലഭിച്ചത്. ഇനി അടുത്തത് GI ടാഗ് ലഭിച്ച വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ് കുന്നുകളിൽ വളരുന്ന ഓറഞ്ചിന്റെ പേരെന്താണ്? മന്ദാരിൻ ഓറഞ്ച്. ഏതാണ്? മന്ദാരിൻ. അപ്പൊ മന്ദാരിൻ ഓറഞ്ച് വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ് കുന്നുകളിൽ ഉള്ളതാണ്. അതിനും എന്ത് ലഭിച്ചിട്ടുണ്ട്? GI ടാഗ് ലഭിച്ചിട്ടുണ്ട് എന്ന് ഓർക്കാം. അടുത്തത് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി. എന്താണ്? അടുത്തത് ഒരു ട്രോഫിയുടെ പേരാണ് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമാരാണ്? ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? വൈഭവ് സൂര്യവംശി. ആരാണ്? വൈഭവ് സൂര്യവംശി. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമാരാണ്? വൈഭവ് സൂര്യവംശിയാണ്. എന്താണ് പേര്? വൈഭവ് സൂര്യവംശി. അപ്പോ അടുത്തത് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ. എന്താണ്? അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്നത്? അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്നത് ആരാണ്? രോഹിത് ശർമ്മ. ആരാണ്? രോഹിത് ശർമ്മയാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരം രോഹിത് ശർമ്മ. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഏതാണ്?
പ്രായം കുറഞ്ഞ ട്രോഫിയിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശി. വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ് കുന്നുകളിൽ കാണപ്പെടുന്ന GI ടാഗ് ലഭിച്ച ഓറഞ്ച് മന്ദാരിൻ. ഇനി GI ടാഗ് ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഓറയൂർ കോട്ടൺ സാരി, കവിന്തപ്പാടി നാട്ടുശർക്കര, നാമക്കൽ മക്കൾ പത്തിരങ്കൽ, തൂയമല്ലി അരീനം, അമ്പാസമുദ്രം ചോപ്പു സമൻ തുടങ്ങിയവയാണ്. ഇത്തരം കാര്യം ക്ലിയർ ആയോ? അടുത്തത് ഇന്തോനേഷ്യയിൽ സന്ദർശനം നടത്തുന്ന, എവിടെയാണ്? ഇന്തോനേഷ്യയിൽ സന്ദർശനം നടത്തുന്ന ഇന്ത്യൻ തീര സംരക്ഷണ സേനയുടെ കപ്പൽ. ഇന്ത്യയുടെ തീര സംരക്ഷണ സേനയുടെ ഇന്ത്യൻ തീര സംരക്ഷണ സേനയുടെ കപ്പൽ ഏതാണ്? ആ കപ്പലിന്റെ പേരൊന്ന് പഠിച്ചേ നിങ്ങള്. ICGS വിഗ്രഹ. ICGS വിഗ്രഹയാണ് ഇന്തോനേഷ്യൻ സന്ദർശനം നടത്തുന്ന ഇന്ത്യൻ തീരദേശ സംരക്ഷണ സേനയുടെ കപ്പല്. ഇന്തോനേഷ്യയിൽ സന്ദർശനം നടത്തുന്ന ഇന്ത്യൻ തീരദേശ സംരക്ഷണ സേനയുടെ കപ്പൽ ICGS വിഗ്രഹ. ഏതാണ്? ICGS വിഗ്രഹ. ഇപ്പൊ ഡിസംബർ മാസമാണ്, അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഓർത്തു വെക്കുക. ലോക എയ്ഡ്സ് ദിനം ഏതാണ്? ലോക എയ്ഡ്സ് ദിനം എന്ന എല്ലാവർക്കും അറിയുണ്ടാവും, എന്നാലും ഒന്ന് ഓർത്തു വെച്ചോളൂ മക്കളെ. ഡിസംബർ 1 ഏതാണ് ലോക എയ്ഡ്സ് ദിനം? ഡിസംബർ 1. ഇനി അടുത്തത് ഏഷ്യൻ പവർ ഇൻഡെക്സ്. എന്താണ് ഏഷ്യൻ പവർ ഇൻഡെക്സ്? ഒരു ഇൻഡെക്സ് പഠിക്കണേ. ഏഷ്യൻ പവർ ഇൻഡെക്സ് ശക്തമായിട്ടുള്ള രാജ്യങ്ങളെ കുറിച്ചിട്ടുള്ളത്. ഏഷ്യയിലെ ഏഷ്യൻ പവർ ഇൻഡെക്സില് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഏഷ്യൻ പവർ ഇൻഡെക്സില് ഇന്ത്യക്ക് 3-ാം സ്ഥാനമാണ്. ഏഷ്യൻ പവർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 3-ാം സ്ഥാനം. ഏഷ്യൻ പവർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 3. അടുത്തത് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ PNB അല്ലെ, പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യത്തെ വനിതാ ബ്രാൻഡ് അംബാസിഡർ. വനിതാ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസിഡറുടെ പേര് ഹർമൻ പ്രീത് കൗർ. ആരാണ്? ഹർമൻ പ്രീത് കൗർ ആണ്. അപ്പൊ ക്ലിയർ ആയില്ലേ? ഹർമൻ പ്രീത് കൗർ ആണ് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസിഡർ. ക്ലിയർ ആയോ എല്ലാവർക്കും? ഇന്ത്യയിലെ ആദ്യത്തെ, അടുത്ത ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ ആദ്യത്തെ കോറൽ റീഫ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ കോറൽ റീഫ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ കോറൽ റീഫ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ കോറൽ റീഫ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥാപിതമാകുന്നത്? അല്ലെങ്കിൽ എവിടെയാണ് വന്നത്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളില്. ഇന്ത്യയിലെ ആദ്യത്തെ കോറൽ റീഫ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറില്. എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ. അടുത്തിടെ WHO അഥവാ ലോക ആരോഗ്യ സംഘടന പോളിയോ വിമുക്തമായി പ്രഖ്യാപിച്ചത് ഏത് രാജ്യത്തെയാണ്? എന്താ പറയാ, WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോക ആരോഗ്യ സംഘടന പോളിയോ വിമുക്തമായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. ഏതാണ് രാജ്യം? ഇന്തോനേഷ്യയാണ് രാജ്യം കേട്ടോ. ഏതാ രാജ്യം? ഇന്തോനേഷ്യ. ലോകാരോഗ്യ സംഘടന പോളിയോ വിമുക്തമായി അടുത്തിടെ പ്രഖ്യാപിച്ചു ഇന്തോനേഷ്യയെ. ഇന്ത്യയിലെ ആദ്യത്തെ കോറൽ റീഫ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപില്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസിഡർ ഹർമൻ പ്രീത് കൗർ. ഏഷ്യൻ പവർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 3. ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. ഇനി അടുത്തത് ഇന്തോനേഷ്യയില് അല്ലെ, ഇന്ത്യൻ തീരദേശ സംരക്ഷണ സേനയുടെ കപ്പല് എത്തുകയാണ്. ആ കപ്പൽ സന്ദർശനം നടത്തുകയാണ്. കപ്പലിന്റെ പേര് ICGS വിഗ്രഹ എന്നാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോളൂ. അടുത്തത് നമ്മൾ സംസ്ഥാനങ്ങൾ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ളതാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. ഏതാണ്? ഹോൺബിൽ ഫെസ്റ്റിവൽ എവിടെയാ നടക്കണം? അപ്പൊ ഇപ്പൊ പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു അത്. അപ്പൊ ഹോൺബിൽ ഫെസ്റ്റിവലിനെ കുറിച്ച് കറണ്ട് അഫയേഴ്സിൽ ഒരു ചോദ്യം ചോദിച്ചാലോ? നമ്മൾ ഫെസ്റ്റിവലിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ മക്കളെ? ഹോൺബിൽ ഫെസ്റ്റിവൽ എവിടെയാണെന്നാണ് ടീച്ചർ പറഞ്ഞേക്കണേ? നാഗാലാൻഡ്. അപ്പൊ ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെയാ? നാഗാലാൻഡ്. ഹോൺബിൽ ഫെസ്റ്റിവൽ എവിടെയാണ്? നാഗാലാൻഡിലാണ്.
ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മേഖല നാവിഗേഷൻ ഹബ്ബ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിലെ, അതായത് പ്രൈവറ്റ് മേഖലയിലെ എന്താണ് നാവിഗേഷൻ ഹബ്ബ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിലെ നാവിഗേഷൻ ഹബ്ബ് എവിടെയാണ് സ്ഥാപിതമായത്? തിരുവനന്തപുരത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിലെ നാവിഗേഷൻ ഹബ്ബ് സ്ഥാപിതമായത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഇനി അടുത്ത ചോദ്യം, 2025 സുൽത്താൻ അസ്ലം ഷാ 2025 അസ്ലൻ ഷാ കപ്പ് വിന്നർ ആരാണ് വിന്നർ? ബെൽജിയം. ഇന്ത്യയിൽ 2025 സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് വിന്നർ ആരാണ്? ബെൽജിയമാണ്. ഈ പരിപാടി നടന്നത് കളി നടന്നത് എവിടെ വെച്ചിട്ടാണെന്നറിയോ നിങ്ങൾക്ക്? മലേഷ്യയിൽ വെച്ചിട്ടാണ് ഈ കളി നടന്നത്. വിന്നർ ആരാണ്? വേദി മലേഷ്യയാണ്. വിന്നർ ആരാണ്? നമ്മുടെ ബെൽജിയമാണ്. വിന്നർ ആരാണ്? ബെൽജിയമാണ് എന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, ലിയോ 14 മാർപ്പാപ്പ ആരാണ്? നമ്മുടെ ലിയോ 14 മാർപ്പാപ്പ. അദ്ദേഹത്തിന്റെ സ്ഥാനമേറ്റതിന് ശേഷം ആദ്യം അദ്ദേഹം ഏത് വിദേശ രാജ്യമാണ് സന്ദർശിച്ചത്? തുർക്കി. ലിയോ 14 മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ മാർപ്പാപ്പ എന്ന് പറയുന്ന സ്ഥാനം ഏറ്റതിന് ശേഷം ആദ്യം സന്ദർശിച്ച വിദേശ രാജ്യം ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാ പറയേണ്ടത്? ഏത് രാജ്യ പറയേണ്ടത്? തുർക്കി. അടുത്ത ചോദ്യം, ലാസ്റ്റ് ചോദ്യം, 2025 മാർഗി സതി സ്മൃതി പുരസ്കാരം ആർക്ക് കിട്ടി? മാർഗി സതി സ്മൃതി പുരസ്കാരം 2025 നേടിയത് ആരാണ്? ചിത്ര വിശ്വേശ്വരൻ. ഭരതനാട്യ നർത്തകിയായ ചിത്ര വിശ്വേശ്വരനാണ് 2025 മാർഗി സതി പുരസ്കാരം ലഭിച്ചത്. 2024 നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അത് കലാമണ്ഡലം ഗോപി ആശാനാണ് കിട്ടിയിരിക്കുന്നത്. 2025 മാർഗി സതി സ്മൃതി പുരസ്കാരം ചിത്ര വിശ്വേശ്വരൻ. എന്താണ് അവരുടെ പ്രത്യേകത? ഭരതനാട്യം നർത്തകി. ഗോപിയാശൻ നമ്മളിപ്പോ എല്ലാവർക്കും അറിയാം, കഥകളിയിലെ ആചാര്യനാണെന്ന് അറിയാം. ലിയോ 14 മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ആദ്യം സന്ദർശിച്ച വിദേശ രാജ്യം തുർക്കി. 2025 സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് വിന്നർ ബെൽജിയം. വേദി നടന്നത് മലേഷ്യ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് നാവിഗേഷൻ ഹബ്ബ് എവിടെയാണ്? തിരുവനന്തപുരത്ത്. ഹോൺബിൽ ഫെസ്റ്റിവൽ എവിടെയാണ് നടക്കണേ? നാഗാലാൻഡില്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് പഠിക്കാനുള്ളത്. വളരെ ഭംഗിയായിട്ട് ഓരോന്നും എഴുതിയെടുത്ത് പഠിക്കണം എന്നുള്ളവർ എഴുതിയെടുത്ത് തന്നെ പഠിച്ചു മുന്നോട്ട് പോകാട്ടോ. ഇത്രയേ ഉള്ളൂ ക്ലാസ്സിൽ. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.